ഇതിനെ കണ്ടിട്ട് ഭൂതത്തെ പോലെ ഉണ്ട്. വേണ്ട. ഭൂതമാണ്. നിങ്ങളുടെ കഷ്ടകാലമൊക്കെ നീക്കി നല്ല ഭാവി വരുത്താൻ വേണ്ടി വന്നതാ. ഞാൻ നിങ്ങളെ ഭൂതങ്ങളാക്കി എന്റെ കൂടെ കൊണ്ടുപോകാം. അങ്ങനെയാകുമ്പോ നിങ്ങൾക്ക് ഒരു വിഷമവും ഉണ്ടാകില്ല. നിങ്ങൾക്ക് കഴിക്കാൻ ആഹാരം വേണ്ട, കുടിക്കാൻ വെള്ളം വേണ്ട, കടം വാങ്ങിക്കുന്ന പ്രശ്നമില്ല, അത് പിന്നീട് തിരിച്ചടയ്ക്കണമെന്നുള്ള ചിന്ത വേണ്ട. ഭൂതം ചേട്ടാ, ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു തോന്നലുമില്ല. നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോ പ്ലീസ്. നിങ്ങൾക്ക് ചിന്തയില്ല, പക്ഷേ നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് ചിന്തയുണ്ടല്ലോ. പലരിൽ നിന്നും നീ കടം വാങ്ങി അത് തിരിച്ചടയ്ക്കുന്ന പതിവില്ലല്ലോ. ഭൂതം ചേട്ടാ, ഞങ്ങള് കടം മേടിച്ചവരുടെ പൈസ ഒക്കെ തിരിച്ചു കൊടുത്തോളാ. ഞങ്ങളോട് ക്ഷമിക്ക്. മോട്ടോ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കും. ഐഡിയ. ഭൂതം ചേട്ടാ, ഞങ്ങൾ എല്ലാവരുടെ കട ഒന്ന് തന്നെ കൊടുത്തു തീർത്തോളാം. പക്ഷെ ആദ്യം ആരുടെ കട കൊടുത്തു തീർക്കണ്ടെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? ഏറ്റവും ആദ്യം ആ ചായക്കടക്കാരന്റെ പറ്റി തീർത്തേക്ക്. ആ പറഞ്ഞത് നന്നായി. എനിക്കറിയാമായിരുന്നു നിങ്ങൾ ആദ്യം ചായക്കാരന്റെ പേരെ പറയുള്ളൂന്ന്. അവനോട് മാപ്പാക്കണേ മഹാനെ, മാപ്പാക്കണേ. അവനൊരു പൈതലാണ്, എട്ടും പൊട്ടും തിരിയാത്തവൻ. ഞാൻ തന്നവനെ തന്നെ തല്ലി പഠിക്കണം കേട്ടോ. ചായക്കട ചേട്ടാ, നിങ്ങളോ? ഇതെന്ത് തമാശയാ? നിങ്ങൾ എന്തിനാ ഭൂതത്തിന് വേഷം കണ്ടോ? ലാലാ ഭഗത്റാം നാട് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുക. അയാളുടെ ബംഗ്ലാവിൽ ഒരു രാത്രി താമസിച്ചാൽ 1,00,000 രൂപ സമ്മാനം. പക്ഷെ ആ ബംഗ്ലാവ് പ്രേതശല്യത്തിന് പേര് കേട്ടതല്ലേ? ഭൂതങ്ങളെ പേടിച്ചിട്ട് ആ ബംഗ്ലാവ് ആരും വാടകയ്ക്കും എടുക്കുന്നില്ല, വിലയ്ക്കും വാങ്ങുന്നില്ല. അതിൽ നിന്നാണ് എനിക്കിങ്ങനെ ഭൂതമായി വന്ന് പൈസ വസൂലാക്കാമെന്ന് തോന്നിയത്. ഒരു രാത്രിക്ക് 1,00,000 രൂപയോ? എന്ത് പറയുന്നു മോട്ടോ, നമുക്ക് പോയാലോ? ഇല്ല ഇല്ല, എനിക്ക് ഭൂതങ്ങൾ എന്ന് വെച്ചാ പേടിയാ. ഈ ഭൂതം പ്രേതം എന്നൊക്കെ പറയുന്നത് വെറും തോന്നല് മാത്രമാണ്. ഒന്ന് ആലോചിക്കേ. 1,00,000 രൂപ കിട്ടിയാൽ എത്ര സമൂസ കഴിക്കാമെന്നൊന്ന് ആലോചിക്കേ. എന്നാ പിന്നെ ശരിയേ, ലാലാ ഭഗത്റാമിനോട് ചെന്ന് പറയൂ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെന്ന്. ഭൂതങ്ങളുടെ ബംഗ്ലാവിൽ താമസിക്കുന്നവൻ ഈ ഡോൺ എല്ലാവരുടെയും പേടി സ്വപ്നമാണ്. ചെറിയ ഡോൺ. കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല കവിതയാ അല്ലേ? നമ്പർ കവിതയുടെ കാര്യമൊക്കെ വിട്ടിട്ട് ആ മോട്ടൂനെയും പത്തുലുനെയും കുറിച്ച് ആലോചിക്ക്. ആ ലാലാ ഭഗത്ത് 1,00,000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്, അറിയാമോ? അതിനുവേണ്ടി അവന്മാരുടെ വരവ്. നമുക്കിവിടെ ഭൂതങ്ങളായി വേഷം കെട്ടി ജീവിക്കാം. എന്നിട്ട് നമുക്കിവിടെ സ്മഗ്ലിംഗ് ബിസിനസ് നല്ല പോലെ നടത്താം. കട്ടെടുത്ത സാധനങ്ങളൊക്കെ ഈ ബംഗ്ലാവിൽ സൂക്ഷിക്കാം. മോട്ടും പത്തുലും ഇവിടേക്ക് തന്നെയാണോ വരുന്നത്? ഒരു പ്രാവശ്യം മോട്ടൂനെയും പത്തുലുനെയും പേടിപ്പിച്ച് വിട്ടാൽ പിന്നെ ഫുർഫുറി നഗരത്തിലെ ആരും ഇങ്ങോട്ട് വരില്ല. അവരെത്തിക്കഴിഞ്ഞു. പ്ലാൻ 1 ആക്ടിവേറ്റ്. ആഞ്ജനേയമതി പാടലാനനം കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം. എന്റെ മോട്ടോ ഒന്ന് നിർത്ത, ഇവിടെ ഭൂതങ്ങളൊന്നുമില്ല. ആരോ നമ്മളെ പേടിപ്പിക്കുന്നതാ. ഈ ലൈറ്റുകളൊക്കെ ആരാ പത്തിലോ ഇടുന്നത്? ആർക്കറിയാം, ആ ചിരിക്കുന്നവൻ തന്നെ ആയിരിക്കും ഈ ലൈറ്റുകളൊക്കെ ഓൺ ചെയ്യുന്നത്. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഇനി നമ്മുടെ അസ്ഥി കൂടത്തിനെ പറഞ്ഞു വിട്ടേക്ക്. ഇനി മോട്ടുവിന്റെയും പത്തലുവിന്റെയും പേര് എന്നേക്കുമായി ഓർമ്മയിൽ മാത്രമായിരിക്കട്ടെ. പത്തലോ ജീവൻ വേണേൽ ഓടിക്കോ, ഇവിടെ മുഴുവനും ഭൂതങ്ങളാ. ഭൂതവും പ്രേതവും ഒന്നുമില്ല മോട്ടോ. ആ നടുവേദനിച്ചിട്ടാണെങ്കിൽ വയ്യ. ഗുഡ് ഈവനിങ് സാറേ, എന്റെ എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്?
നിങ്ങൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ട്. ഞാനൊരു ഡോക്ടറാണ്. നിങ്ങൾ എന്റെ ക്ലിനിക്കിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മരുന്ന്. ഞങ്ങൾക്കിപ്പോ മരുന്നല്ല ആവശ്യം, മന്ത്രമാണ് ആവശ്യം. ആഞ്ജനേയ മതി പാടലാനനം. ബാക്കി എന്താ പത്തിലൊന്ന് പറ. ബാക്കിയൊന്നുമില്ല. മുമ്പിൽ അസ്ഥികൂടും, പിന്നിലെ ചുമരം. ഇനി നമ്മൾ എന്ത് ചെയ്യാനാ, എങ്ങോട്ട് പോവാനാ? എന്റെ പത്തിലു ഞാൻ പറയാൻ പറഞ്ഞത് ഹനുമാന്റെ മന്ത്രമാ. ആഞ്ജനേയ മതി. ആഞ്ജനേയ മതി പാടലാനനം കാഞ്ചനാത്രി കമനീയ വിഗ്രഹം. ഇവിടത്തെ പ്രേതങ്ങൾ വരെ നാമം ജപിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ അവറ്റകൾ പേടിച്ചോടുക? മോട്ടു എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ദേ വന്നു. എന്റെ അമ്മ. മോട്ടുവിന്റെയും പത്തലുവിന്റെയും ജോഡി. ഇതിങ്ങക്ക് നമ്മുടെ പേരൊക്കെ അറിയാലോ. ഈ വിറ്റുകൾ എല്ലാ ഡീറ്റെയിൽസും പോക്കിയിട്ടാ വന്നിരിക്കുന്നേ. ആണോ? ഒന്നും ചെയ്യല്ലേ. മോട്ടുവിന്റെയും പത്തലുവിന്റെയും ജോഡി. ഇവര് നമ്മളെ കുറിച്ച് നല്ല നല്ല പാട്ടുകളൊക്കെ പാടുന്നുണ്ടല്ലോ. ഇവിടുത്തെ രീതി അങ്ങനെ ആയിരിക്കും അല്ലേ പത്തലു? എനിക്ക് തോന്നുന്നത് ഇത് യാത്രയപ്പിനുള്ള പരിപാടിയാണെന്നാ. ബൈ ബൈ മോട്ടോ. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കേ. ഇത് ഞങ്ങളുടെ യാത്രയപ്പന്റെ രീതിയല്ല. ഇത് നിങ്ങൾക്കുള്ള വരവേൽപ്പാട് സുഹൃത്തുക്കളെ, വരവേൽപ്പ്. ഇത് കഴിയുമ്പോഴേക്ക് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ പോലെ തന്നെ ഹാൻസം ആയിരിക്കും. വേണ്ട, എനിക്കങ്ങനെ ഒരു ഹാൻസം ആവണ്ട. മോട്ടു പത്തലു, ഇനി ഇതിനകത്തേക്ക് വന്നാൽ ചെങ്കം സാറേ, ഭൂതം. എന്റെ അമ്മോ, ഭൂതം! എവിടെയാണ് ഭൂതം? എന്റെ അടുത്താണോ നിൽക്കുന്നത്? എന്റെ ചിങ്കം സാറേ, നിങ്ങളുടെ അടുത്തല്ല, ഞങ്ങളുടെ അടുത്താണ് ഭൂതം. ലാലാ ഭഗത് റാമിന്റെ ബംഗ്ലാവിലേക്ക് ഒന്ന് വേഗം വരൂ. നടക്ക്, ഒന്ന് വേഗാവട്ടെ മണ്ടന്മാരെ. എന്തോ ആടേ ഇത്? നിക്ക്. എന്റെ അമ്മേ. ബോസ്, തലയില്ലാത്ത ഭൂതം, ഉടല് മാത്രമുള്ള ഭൂതം. എടാ, തലക്കകത്ത് ഒന്നുമില്ലാത്ത മണ്ടന്മാരെ, ഇങ്ങോട്ട് വാ. ഞാനിവിടെ തൂങ്ങിക്കിടക്കുന്ന കാണുന്നില്ലേ? മാർച്ച്. ഞാൻ പറയാതെ ഇനി ഒന്നും ചെയ്യരുത്. മോട്ടു പത്രുവിനെ കണ്ടുപിടിക്കാതെ നടത്താൻ നിർത്തരുത്. എന്നെ എടുത്തോണ്ട് പോടേ. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു മിനിറ്റ്. മനസ്സിലാവാത്ത കൊണ്ട് ചോദിക്കുക. നീയൊക്കെ മോട്ടു പത്രുവിനെ ഓടിക്കാൻ വേണ്ടിയാണോ അതോ എന്നെ കൊല്ലാൻ വേണ്ടിയാണോ ഇങ്ങനെ വീഴിക്കുന്നത്? കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല കവിതയാ പറയുന്നേ അല്ലേ നമ്പർ 2? അവൻ എപ്പ നോക്കിയാലും കവിത. എടാ, കവിതയൊന്നുമല്ല, എന്റെ വേദനയാ ഞാൻ പറഞ്ഞത്. ഈ ഭൂതം നീളമുള്ള ഭൂതമാ. പതുക്കെ പോയാ മതി, വലിയ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ. മനസ്സിലായോ? സൂപ്പർ ബോസ്. നമ്മൾ മോട്ടുവും പത്തുവിന്റെ മുമ്പിൽ തലകുനിച്ചാൽ അത് നമുക്ക് വളരെ അപമാനമാകും. ഒറ്റ വെച്ചോണ്ട് പോയാ നമ്മൾ ആരും ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അവരെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ടാ നിങ്ങളോട് ഒച്ച വെക്കരുതെന്ന് പറഞ്ഞത്. വാ, നമുക്ക് പോയി നോക്കാം. രാവിലെ ആകുന്നത് വരെ നമുക്ക് ഇവിടെ വിളിച്ചിരിക്കാം. അതെ, പുറത്തേക്ക് ഇറങ്ങിയാൽ ഭൂതം നമ്മളെ കാണും. പത്തിലു, ആ ഭൂതം എങ്ങോട്ടാ വരുന്നത് തോന്നുന്നു. നമുക്ക് മിണ്ടാതെ ഇവിടെ ഇരിക്കാം. ശ്വാസം പോലും വിടല്ലേ. നിന്റെ ഫോണിൽ അടിക്കാൻ കണ്ട സമയമാണോ ഇത്? ഹലോ, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എവിടെയാണ്? നിങ്ങളെ രണ്ടാളും ഒറ്റയ്ക്ക് വിടാൻ ഉദ്ദേശമില്ല. പറഞ്ഞോളൂ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ചിങ്കം സാറേ, ഒന്ന് രക്ഷിക്കേ. ഞങ്ങൾ ഏതോ ഒരു റൂമിലാണ്. എവിടെയാണെന്ന് യാതൊരു പിടിയില്ല. ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്. എന്റെ നടുവടിഞ്ഞ്. ഇതാ ജോണാണ്, ഭൂതമല്ല. ഇപ്പൊ മനസ്സിലായി, ഇവരാണ് ഭൂതത്തിന്റെ വേഷം കെട്ടി നാട്ടുകാരെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരെ
അവരെ പിടിക്കൂ, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. പിടിക്കവരെ. Why fear when Chingam is here? ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് impossible, highly impossible. എന്റെ അമ്മച്ചി. എന്റെ അമ്മോ, ഫൈറ്റ് ഓവർ. ഞാൻ എന്റെ കൈയൊന്ന് അനക്കിയത് പോലില്ല, അപ്പോഴേക്കും ജോൺ പിടിപ്പെട്ടിരിക്കുന്നു. ഈ കണക്കിന് ഞാൻ എന്റെ കൈയൊന്ന് പൊക്കിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? പറയൂ 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 പറയൂ, എന്ത് സംഭവിക്കും? ഐ എം ജോക്കിംഗ്.